സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിനു ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യങ്ങളും പ്രധാന തീരുമാനങ്ങളും വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കാലവർഷക്കെടുതിയും പ്രകൃതി ദുരന്തങ്ങളും നേരിടുന്നതിനുള്ള അടിയന്തരാശ്വാസ നടപടികൾക്കും ഭരണപരമായ വിവിധ പരിഷ്കാരങ്ങൾക്കും മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സംസ്ഥാനത്തുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 26 പേർ മരണപ്പെടുകയും 11 അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും 4 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ദുരന്തബാധിതർക്കായി പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായങ്ങൾ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം 8 ലക്ഷം രൂപയായി നിശ്ചയിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾക്ക് അടിയന്തര സംസ്കാര ആവശ്യങ്ങൾക്കായി 10,000 രൂപ ഉടൻ അനുവദിക്കും. വീടുകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ അടിയന്തര ആശ്വാസ ധനമായി ലഭിക്കും. ദുരന്തത്തിൽ വീടും വസ്തുവും പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്കുള്ള പുനരധിവാസ സഹായം 12 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി അനുവദിക്കേണ്ട അടുത്ത വിഹിത ഗഡു അടിയന്തരമായി കൈമാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്കുള്ള കുടിശ്ശികയും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിനായി 44 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നദികളിൽ അടിഞ്ഞുകൂടിയ മണലും എക്കലും നീക്കം ചെയ്ത് പ്രളയ സാധ്യത കുറയ്ക്കാനുള്ള സമഗ്ര പദ്ധതി ആവിഷ്കരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ചുമതല നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ സംസ്ഥാനത്തെ വികസന പദ്ധതികളുടെ നിർവഹണ വേഗത വർദ്ധിപ്പിക്കുന്നതിനും സുതാര്യത ഉറപ്പാക്കുന്നതിനുമായി 5 സുപ്രധാന നടപടികൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അസറ്റ് പോർട്ടൽ സർക്കാരിന്റെ മുഴുവൻ വസ്തുവകളും ഡിജിറ്റലായി ഒരു കുടക്കീഴിലാക്കാൻ അസറ്റ് പോർട്ടൽ നിലവിൽ വരുത്തും. രണ്ടാമതായി പദ്ധതി രജിസ്റ്റർ ആൻഡ് ജിയോ ടാഗിംഗ് വികസന പദ്ധതികളുടെ പുരോഗതിയും സുതാര്യതയും ഉറപ്പാക്കാൻ ജിയോ ടാഗിംഗ് സംവിധാനമുള്ള പ്രൊജക്ട് രജിസ്റ്റർ തയ്യാറാക്കും. അടുത്തതായി സ്ഥാപനങ്ങളുടെ ഡിജിറ്റൽ രജിസ്റ്റർ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളുടെയും വ്യക്തമായ രജിസ്റ്റർ നിർമ്മിക്കും. കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി വികസനത്തിനും ഭരണ നടപടിക്രമങ്ങൾക്കും തടസ്സമാകുന്ന പഴകിയ ചട്ടങ്ങളും നിയമങ്ങളും ഭേദഗതി ചെയ്യും. വ്യവസായങ്ങളും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുന്നതിനായി നടപടികൾ ലളിതമാക്കും. ഇതിന്റെ ഏകോപനത്തിനായി വകുപ്പ് സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. നിലവിലുള്ള പലവിധ തൊഴിൽ നിയമങ്ങൾക്ക് പകരം ഏകീകൃത കേന്ദ്ര ലേബൽ കോഡ് സംസ്ഥാനത്തും നടപ്പിലാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട കരാർ ധനകാര്യ സ്ഥാപനത്തിന് നൽകിയതിൽ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്ന ആരോപണവും കായിക വകുപ്പ് നൽകിയ റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലുകളും പരിശോധിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആവശ്യമായ സമഗ്ര പരിശോധന നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തുണ്ടായ GST വെട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും നികുതി ചോർച്ച തടയാൻ കർശന നടപടികളിലേക്ക് കടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.